നേരത്തെ ഒരു വാർത്ത, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സ്വന്തം അമ്മയെയും സ്വന്തം മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ മകൻ ജമ്മു കാശ്മീരിലേക്ക് രക്ഷപ്പെട്ടു. ഇപ്പോൾ എന്തായാലും മാസങ്ങൾക്കിപ്പുറം ജമ്മു കാശ്മീരിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. കൊല്ലം കുണ്ടറയിലാണ് അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ മകനെ ജമ്മു കാശ്മീരിൽ വെച്ച് പോലീസ് പിടികൂടിയത്. കുണ്ടറ പടപ്പക്കര സ്വദേശി അഖിൽ കുമാറാണ് പിടിയിലായത്. വിവരങ്ങൾ നൽകാനായി കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, എന്നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്? പ്രതി എങ്ങനെയാണ് പിടികൂടിയത്? ജമ്മു കാശ്മീരിൽ പോലീസ് എത്തി. കേരള പോലീസിന്റെ ഒരു ശക്തമായ നീക്കത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയത്. കാര്യം 4.5 മാസമായി പ്രതി ഒളിവിലായിരുന്നു. അമ്മയെയും മുത്തച്ഛനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു. അതിനെ തുടർന്ന് ഇയാളെ എങ്ങനെയും പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് കേരള പോലീസ്, പ്രത്യേകിച്ച് കുണ്ട്ര CI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഈ വിവിധ സ്ഥലങ്ങളിലേക്ക് ഈ മരണം സംഭവിച്ചപ്പോൾ തന്നെ ഇയാളുടെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പേപ്പറുകളിലൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അങ്ങനെ ജമ്മുവിലുണ്ടായിരുന്ന ഒരു മലയാളിക്ക് ഇയാളെ കണ്ട് സംശയം തോന്നുകയും അഖിൽകുമാറാണ് എന്ന് സംശയം തോന്നുകയും കുണ്ട്ര CI ഈ കാര്യം വിളിച്ച് അറിയിക്കുകയുമായിരുന്നു. പിന്നീട് അയാളുടെ ഫോട്ടോയും മറ്റും കൈമാറി അത് സ്ഥിരീകരിച്ചു. അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു. ആ സമയത്ത് 100 രൂപയും അതുപോലെ തന്നെ 1 രൂപയും 2 അക്കൗണ്ടുകളിലേക്ക് ഇയാൾ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം മനസ്സിലാക്കി. അങ്ങനെ ഒരു കടയിലേക്കാണ് 100 രൂപ ഇയാൾ അയച്ചിരുന്നത്. ആ കടയുടമയെ വിവരങ്ങൾ തിരക്കി. അപ്പോഴാണ് കഞ്ചാവ് വലിക്കാനുള്ള പേപ്പർ വാങ്ങാൻ വേണ്ടി അയച്ച പണമാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം കുണ്ട്ര CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രദേശത്തേക്ക് ജമ്മു കാശ്മീരിലേക്ക് പോവുകയാണ്. ശ്രീനഗറിൽ ഒരു സ്ത്രീയുടെ വീട്ടിൽ ജോലിക്കായി നിൽക്കുകയായിരുന്നു അഖിൽകുമാർ. അവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് സംഘം അവിടെ എത്തി ഇവരെ പിടികൂടിയത്. ഇവിടെ എത്തുന്നതിന് മുമ്പ് വിവിധ കടകളിൽ ഈ പോലീസ് സംഘം കൃത്യമായി പരിശോധന നടത്തിയിരുന്നു, അന്വേഷണം നടത്തിയിരുന്നു. നീണ്ട ഒരു തെരച്ചിലിനൊടുവിലാണ് ഇയാളെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കേരള പോലീസിന്റെ പ്രത്യേകിച്ച് കുണ്ട്ര CIയുടെ ഒരു 4.5 മാസം നീണ്ടുനിന്ന ഒരു നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്ന കാര്യം. അമ്മയെയും മുത്തശ്ശനെയുമാണ് ഈ കഞ്ചാവ് അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഇയാൾ കൊലപ്പെടുത്തിയത്. ഓഗസ്റ്റിലാണ് ഈ സംഭവം നടന്നതെന്ന് കണ്ണൻ പറഞ്ഞു. അന്ന് തന്നെ നേരെ ജമ്മു കാശ്മീരിലേക്ക് പോവുകയായിരുന്നോ പ്രതി? നേരെ ജമ്മു കാശ്മീരിലേക്കല്ല പോയത്. ഇയാൾ അമ്മയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു, ഒപ്പം തന്നെ ATM കാർഡ് മോഷ്ടിച്ചുകൊണ്ടാണ് പോയത്. ബാങ്ക് അക്കൗണ്ടിൽ, അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ വലിയ രീതിയിൽ തുകയൊന്നും ഉണ്ടായിരുന്നില്ല. 2000 രൂപ മറ്റുമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തുക ഇയാൾ ഡൽഹിയിൽ നിന്നാണ് എടുത്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പരിചയമുണ്ട്. വിവിധ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് ഇയാൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ ഇയാൾക്ക് സൗഹൃദങ്ങളുണ്ട്. പക്ഷെ പോലീസിനെ കുഴച്ച ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല. ആ ഡൽഹിയിൽ വെച്ച് ATM ഉപയോഗിച്ച് പണം പിൻവലിച്ചതല്ലാതെ പിന്നീട് ഒരു തവണ പോലും അയാൾ അങ്ങനെ ഒരു പണം പിൻവലിക്കുന്നോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അവസാനം ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ 100 രൂപയും 1 രൂപയും ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ നടത്തിയ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് അവസാനം പ്രതിയെ പിടികൂടുന്നത്. അതിൽ ഏറ്റവും പോലീസിനെ സഹായിച്ചത് ഈ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ, രണ്ടാമത്തേത് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളിയായിട്ടുള്ള വ്യക്തി. ഇവരുടെ ഈ 2 സഹായങ്ങൾ കൂടിയാണ് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ സഹായകരമായത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുണ്ട്ര CIക്ക് 4.5 മാസം നീണ്ട അന്വേഷണ കാലയളവായിരുന്നു. വളരെ പ്രയാസമേറിയ ഒരു ദൗത്യമായിരുന്നു. എന്തായാലും ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ട് ഓരോ കാര്യവും പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വെച്ച് പ്രതിയെ പിടികൂടിയത്.